സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം നമുക്കായി ദാനം തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ സകല മഹത്വവും അനുഗ്രഹങ്ങളും വിടുതലുകളും അത്ഭുതങ്ങളും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇന്നെടുക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ദൈവം പറഞ്ഞത് സ്തോത്രം നിശ്ചയമായി ആർക്ക് നിവൃത്തിയാക്കി തരും? ദൈവമക്കളായ നമുക്ക് നിവൃത്തിയാക്കി തരും. സ്തോത്രം. അതിനെ അമ്മയല്ലെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ മെസ്സേജ് വരുന്നത്. സ്തോത്രം. ഞാൻ ഓർക്കാറുണ്ട്, ലാസർ മരിച്ചു, അടക്കം ചെയ്തു, യേശുവിനെ കാത്തിരുന്നു, രോഗിയായി കിടന്നുവെന്നു, രോഗ അവസ്ഥയിൽ മൂർച്ഛന്റെ അവസ്ഥയിലാണ് കിടക്കുന്നതെന്നും എല്ലാം യേശുവിനെ അറിയിച്ചിട്ടും യേശു വന്നില്ല. യേശു ഒരു ദിവസത്തോട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അമികാലിന്റെ സ്തോത്രം, അതെല്ലാം കഴിഞ്ഞിട്ട് യേശു വന്നപ്പോഴേ ആരെ അടക്കം ചെയ്തു? ലാസറിനെ അടക്കം ചെയ്തു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ 3 ദിവസം യേശു രോഗിയായി കിടന്നപ്പോൾ യേശുവിനെ വിളിച്ചു, അറിയിച്ചു. യേശു വന്നില്ല, മരിച്ചു. 3 ദിവസത്തോടും കഴിഞ്ഞിട്ടാ ആര് വരുന്നത്? യേശു വരുന്നത്. സ്തോത്രം. യേശു വരുന്നത് കണ്ടപ്പോൾ ലാസറിന്റെ സഹോദരി ഓടി വന്ന് പറഞ്ഞു, യേശുവേ, നിന്റെ സ്നേഹിതൻ മരിച്ചു, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അവർക്കത് വിശ്വാസം. യേശു ഉണ്ടായിരുന്നെങ്കിൽ ഏത് രോഗിയെയും യേശുവിന്റെ തന്നെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് അവര് ആ സ്തോത്രം സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞേ, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു, സംഭവിക്കുവാൻ നീ സമ്മതിക്കത്തില്ലായിരുന്നു. സ്തോത്രം. യേശു കരഞ്ഞെന്ന് പറയുന്ന ഒരു ഭാഗം ബൈബിളിനകത്തുണ്ടെങ്കിൽ, സ്തോത്രം, 2 വട്ടമായിട്ട് യേശു കരഞ്ഞായിട്ട് ഭാഗം പറയുന്നത്. അതിൽ 1-ാമത്തെ വട്ടം യേശു കരഞ്ഞ ഭാഗമാണ്. ലാസറിനെ കുറിച്ച് യേശു കരഞ്ഞു. അപ്പോഴേ കൂടി നിന്നവരെല്ലാം ഓർത്തു, ഇത്രമാത്രം ലാസറിനെ സ്നേഹിക്കുന്ന ആയിട്ട് പോലും യേശു എന്താ വരാനത്? സ്തോത്രം. യേശു വരാനത് താമസിച്ചതിന് യേശുവിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പ്രിയ മക്കളെ, ദൈവം എന്നോടും എന്റെ കുടുംബത്തോടും തലമുറയോടും ദൈവത്തിന്റെ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൂത് നിവർത്തിയാവുവാൻ താമസിക്കുന്നുവെങ്കിൽ യേശുവിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. യേശുവിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് ഞാൻ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ, ഞാൻ പരിഹസപ്പെടുന്നുവെങ്കിൽ, ഞാൻ അപമാനപ്പെടുന്നുവെങ്കിൽ, ഇതുവരെ യേശു എനിക്കൊരു വഴി തുറന്നിട്ടില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, യേശുവിന് അതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. യേശുവിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് താമസിക്കുന്നത്. യേശുവിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് താമസിക്കുന്നത്. ഇന്ന് പ്രിയ ദൈവജനമേ, നിങ്ങൾ തിരിച്ചറിയുക, യേശു ക്രിസ്തുവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. യേശു ക്രിസ്തുവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകലൊന്ന് തിരിച്ചറിയുക, എന്റെ യേശു എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, എന്റെ യേശു എന്നെ കൈവിട്ടിട്ടില്ല, എന്റെ യേശു എന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല, എന്റെ യേശു എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, എന്റെ യേശു എന്നെ ഒരിക്കലും തള്ളിപ്പറയത്തില്ല, യേശു എന്നെ ഒരിക്കലും എന്നെ കൈവിടത്തില്ല. കാര്യം എന്റെ യേശുവിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. മക്കളെ പൂർണ്ണമായി വിശ്വസിക്കുക. സ്തോത്രം. മനുഷ്യന്റെ ചിന്തകളോ മനുഷ്യന്റെ പദ്ധതിയോ അല്ല ആരുടെ പദ്ധതി? യേശുവിന്റെ പദ്ധതി. സ്തോത്രം. ഒരു മനുഷ്യന്റെ ചിന്തയോ മനുഷ്യന്റെ പ്ലാനോ പദ്ധതിയോ ഒന്നും അല്ല യേശുവിന്റെ പദ്ധതി. യേശുവിന്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കുന്നതിനോ അപ്പുറമായുള്ള പദ്ധതിയാണ്. ലാസർ അവിടെ തീർന്നു. സഹോദരിമാര് പറഞ്ഞു, ലാസറിന്റെ കാര്യം തീർന്നു. ഇനി ലാസറിനെ പറ്റി ചിന്തിക്കാനില്ല, ഓർമ്മയിൽ മാത്രമായി. പക്ഷേ യേശുവിന്റെ പദ്ധതി ഓർമ്മയിൽ മാത്രമായി എന്ന് പറയുന്ന സഹോദരിമാരുടെ മധ്യേ, ഓർമ്മയിൽ മാത്രമെന്ന് പറയുന്ന സ്നേഹിതന്മാരുടെ മധ്യേ, ഓർമ്മയിൽ മാത്രമെന്ന് പറയുന്ന ബന്ധുമിത്രാദികളുടെ മധ്യേ, ഓർമ്മയിൽ മാത്രമെന്ന് പറയുന്ന ദേശക്കാരുടെ മധ്യേ
വീണ്ടും അവനെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്ന് പറഞ്ഞാൽ മരിച്ചവനെ ജീവിപ്പിക്കുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. പക്ഷെ യേശു ഇറങ്ങി വന്നാൽ നടക്കാത്ത ഒരു വിഷയവും ഈ ഭൂമിയിൽ മേല് ഇല്ല എന്ന് പ്രിയ ദൈവമക്കളെ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ സകല മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? ദൈവമക്കളായ നമുക്ക് പ്രാപിക്കാൻ പറ്റും. അത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. എനിക്ക് അതിനകത്ത് ഏറ്റവും ചിന്ത വന്നുപോയൊരു ചിന്തയുണ്ട്. സ്തോത്രം. യേശു നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നീ എന്ത് ചാലും പലതും ഇത് പറഞ്ഞ ആളാ. പറയുക ഒന്ന് പറയുക, യേശു നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അടുത്തത് പറയുക, ഇപ്പം നീ എന്തിച്ചാലും ചില കാര്യങ്ങൾ പറഞ്ഞു. ഓർമ്മ വെച്ചോണം. സഹോദരി കയറി പറഞ്ഞു, മാർത്ത കയറി പറഞ്ഞു, ഇപ്പം നീ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ കല്ലറ വിടാം. സ്തോത്രം. അവനെ വെച്ചിരിക്കുന്ന കല്ലറ വിട. കല്ലറ ഇന്റെ അടുത്ത കൊണ്ടുപോകാം. കല്ലറയുടെ അടുത്ത് വന്നിട്ട് യേശു പറഞ്ഞു, അടച്ചു വെച്ചിരിക്കുന്ന കല്ലങ്ങ് ഊരിക്ക് മാറ്റാൻ പറഞ്ഞു. മറിയ ഓടി വന്നിട്ട് പറയാം. മാർത്ത ഓടി വന്നിട്ട് പറയുക, എന്ത് പറയുക? യേശുവേ അരുത്. 4 ദിവസമായി ആക്കം വെച്ച്. കുറച്ചു നേരം എന്തു പറഞ്ഞേ? കുറച്ചു നേരം പോയി ഈ സഹോദരിയുടെ വായിൽ നിന്ന് വന്നേ, നീ ഇപ്പൊ ചിന്തിച്ചാലും പറയാറുണ്ട്. കർത്താവ് പറഞ്ഞു, അവൻ എഴുന്നേറ്റ് വരും. ഉടനെ കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കുക. എനിക്കറിയാമോ എഴുന്നേറ്റ് വരുമെന്ന്. അവൻ ഉയർത്തെഴുന്നേക്കുമെന്ന് എനിക്കറിയാം. കാര്യം എന്തുവാ? അവൻ യേശുവിന്റെ കൂട്ടുകാരനാ, സ്നേഹിതനാ. യേശു പറഞ്ഞതെല്ലാം അനുസരിക്കുന്നവൻ. അവൻ ഉയർത്തെഴുന്നേക്കുമെന്ന്. കർത്താവ് അവൻ ഉയർത്തെഴുന്നേക്കുമല്ല, ഇപ്പൊ ഇങ്ങനെ വരും. നമ്മളെല്ലാം പ്രശ്നം ഇതാ. നമുക്കറിയാം യേശുവിന് മാത്രമേ നമ്മുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. യേശു ചിന്തിച്ചാൽ നമ്മുടെ കുടുംബത്തിനകത്ത് എന്ത് മാറ്റവും തരുവാൻ കഴിയും, എന്ത് വിടുതൽ തരുവാൻ കഴിയും, അത്ഭുതം ചെയ്യുവാൻ കഴിയും, അനുഗ്രഹിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിലും നമ്മളെ ഉള്ളതിനകത്ത് എങ്കിലും കിടപ്പുണ്ട്. ഒരാൾ വേദനിപ്പിച്ച വാക്കുകൾ പറഞ്ഞാൽ വേദനപ്പെട്ടുകൊണ്ട് പറയും, എനിക്ക് ദൈവത്തിന്റെ ദൂതുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും പുറത്തു വരും, ഞങ്ങളെ തലമുറ അനുഗ്രഹപ്പെടും എന്നെല്ലാം പറയും. എങ്കിലും പിന്നെ ഒരു എങ്കിലും പറഞ്ഞുകൊണ്ട് മാറിയിരിക്കും. കാര്യം എന്തുവാ? ഈ ചിന്തയാണ് ഈ മക്കളെ നമ്മളെ തകർക്കുന്നത്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കണം. കാര്യം നമ്മളെ സംസാരം, പ്രവൃത്തി, എഴുത്തിയാട്ടം ഒരു വിഷയം തന്നെ. എഴുത്തുകാരി സംസാരിച്ചതോ എഴുത്തുകാരി പ്രവർത്തിക്കുന്നതും ചിരി തരുന്നതല്ല, മുറിവേൽക്കുന്നതാണ്. ആണോ? പിന്നെ ചെന്നത് മാഫ് പറഞ്ഞാൽ ഈ മുറിവ് അങ്ങോട്ട്, ആ മുറിവേറ്റത് തന്നെ. ഈ മുറിവേക്കുന്നത് എങ്ങനെയാ? മറ്റൊരാൾക്ക് മുറിവേക്കുന്നത് എങ്ങനെയാ? മുറിവേക്കുന്നത് എങ്ങനെയാ? എഴുത്തിയാടിയുള്ള മറുപടിയാണ്, അല്ലയോ? മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, മരുമക്കളാവട്ടെ, കൊച്ചുമക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, എടുത്തു ചാടിയുള്ള മറുപടി. കർത്താവ് എന്ത് പറഞ്ഞേ? വേഗത്തിൽ കേൾക്കുക. കേൾക്കാൻ നിങ്ങൾ താമസിക്കല്ലേ. എന്തു പറയുന്നത് വേഗത്തിൽ കേൾക്കുക. പുറത്തേക്ക് വരുന്നത് പെതുക്കെ വരാം. ഈ പുറത്തേക്ക് വരുന്ന പെതുക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടക്കം പറയുന്ന പെതുക്കെയാണോ? അല്ല. അകത്തോട്ട് കേട്ടതിനെ ചിന്തിച്ച് ഞാൻ ദൈവമൈതലെന്നുള്ള ബോധ്യത്തോടെ തിരിച്ചു സംസാരിക്കുന്നവനാ ഭാഗ്യവാൻ. ചിലവര് പക്ഷെ അവനെയൊന്നും അല്ല ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്, തിരിച്ചപ്പോഴെപ്പോഴും മറുപടി കൊടുക്കുന്നവരെ ഭാഗ്യവാൻ. അവക്ക് ഭയങ്കര കഴിവാ, അവന് ഭയങ്കര കഴിവാ, അല്ലയോ? അവരെ ഇഷ്ടം എല്ലാവർക്കും. പക്ഷെ അവരെ ആർക്കും ഇഷ്ടമല്ല? യേശുപതിന് ഇഷ്ടമല്ല. യേശുപതിന് ഇഷ്ടമല്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയും
സ്തോത്രം, നമ്മളെ മക്കള് അല്ലെങ്കിൽ നമ്മളെ ഭാര്യ ഭർത്താവ് ഓരോ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്തോത്രം, നാട്ടുകാരെ കാണിക്കാനല്ല നീ ഡ്രസ് ഇടുന്നത്. നിനക്ക് സ്വയം ഒരു വ്യക്തിത്വമുണ്ട്. ദൈവം നിനക്കൊരു വ്യക്തിത്വം തന്നിട്ടുണ്ട്. ആ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് നിന്റെ ശരീരത്തിനകത്ത് നിനക്ക് പറ്റുന്ന ചില വസ്ത്രമുണ്ട്. ആ വസ്ത്രം മാത്രമേ ഇട്ടുകൊണ്ട് ഇറങ്ങാവൂ. വസ്ത്രധാരണയ്ക്കല്ല ഒരു ദൈവവചനത്തിനകത്ത് ഒരുപാട് പദ്ധതിയുണ്ട്. വസ്ത്രം എന്തൊക്കെ ഇടണമെന്ന്, എങ്ങനെയല്ല ഇടണമെന്ന്. ഇപ്പൊ പെൺപിള്ളേർക്കല്ല ഒരു ഫാഷനായിട്ടിരിക്കുക, ഷാളൊന്നും വേണ്ട. ഷാളൊന്നും വേണ്ട, ഭയങ്കര പീഡനമാണെന്ന് പറയുന്നത്. ഭയങ്കര പീഡനമാണെന്ന് പറയുന്നത്. മാതാപിതാക്കൾ അതങ്ങ് അനുവദിച്ചു കൊടുക്കുക, ഷാൾ വേണ്ട. ഓരോ വസ്ത്രത്തിനും അതിൻ്റെയായിട്ട് ഓരോ മനുഷ്യന് ഇണങ്ങുന്ന വസ്ത്രമുണ്ട്. ഞാൻ ഇന്നത് മാത്രമേ ഇടലെന്നും ഞാൻ പറയത്തില്ല. സ്തോത്രം. വെള്ള തേച്ച കല്ലറെ പോലാവലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞ എന്തുവാ? പുറമെ വെള്ള തേച്ചേക്കോ, അകത്ത് കിടക്കുന്ന എന്തുവാ? ശവക്കല്ലറയ്ക്കകത്ത് ഇപ്പൊ ഭയങ്കര മാർബിളെല്ലാം മേടിഞ്ഞ് സ്തോത്രം, പേര്, ആളിന്റെ രൂപം എല്ലാം പണിഞ്ഞ് ഭയങ്കരമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അകത്ത് കിടക്കുന്ന സാധനം എന്തുവാ? ഈ മാർബിളിന്റെ ഭംഗി കാണുമോ? അകത്ത് കിടക്കുന്നതിന് നാറ്റമാണ്, തുറക്കത്തില്ല, പേടിയാ തുറക്കാൻ. സ്തോത്രം. കർത്താവ് അതാ ഉദ്ദേശിച്ച കാര്യം എന്തുവാ? പുറമേ വെള്ള തേച്ചിട്ട് കാര്യമില്ല, അകമേ ആ വെള്ളത്തിന്റെ അകത്തും കാണണം. നീ വെള്ളം ഇടുന്നെങ്കിൽ അകത്തും ആ വിശുദ്ധി നിനക്ക് ഉണ്ടാവണം, വിശുദ്ധി ഉണ്ടാവണം. സ്തോത്രം. വിശുദ്ധി ഒരു വിഷയം തന്നെ ദൈവമക്കളെ. പുറമേയുള്ളതല്ല ദൈവത്തിന് വേണ്ടേ, അകമയുള്ളതിനെ ദൈവത്തിന് വേണ്ട, അകമയുള്ളതിനെ ദൈവത്തിന് വേണ്ട. സ്തോത്രം. നമ്മളെ സഭയ്ക്കകത്തെല്ലാം നേരത്തെ ഷാളിടാത്ത കുറെ ടീമുകളുണ്ടായിരുന്നു. നമ്മൾ ഷാൾ ഇടിപ്പിച്ച അവസാനം. എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഭയങ്കര സന്തോഷമാണ്. ഷാൾ ഇടിപ്പിച്ചു. ഷാളിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടിപ്പിച്ചു. കാര്യം എന്തുവാ? ഒരു മര്യാദയുണ്ട്. ഓരോ മനുഷ്യനും ഓരോ ശരീര പ്രകൃതിയുണ്ട്. അതിനനുസരിച്ചുള്ള ശരീരം എന്ത് ചെയ്യണം? ഷോർട്ട് ഷർട്ടല്ല ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ ശരീരത്തിന് ഒരിക്കലും ഷോർട്ട് ഷർട്ട് ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ വേറെ രീതിയിൽ തോന്നും. തവളയെല്ലാം വീർപ്പിച്ചിരിക്കുന്ന പോലെ തോന്നും. സ്തോത്രം. എന്നിട്ട് അങ്ങോട്ട് എന്ന് പ്രൈസിലോട് പറഞ്ഞ് അങ്ങോട്ട് സൂഹിക്കത്തില്ല. സൂഹിക്കുവോ? സ്തോത്രം. ക്രിസ്റ്റി നാളെ അങ്ങോട്ട് സെമിനാർ അങ്ങോട്ട് ചെന്നിട്ട് ഒരാളെടുത്ത് എന്ന് പറയാം, ഞാൻ സെമിനാറില്ല പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവന്റെ അടിയിലോട്ട് മേപ്പോട്ട് വരെ നോക്കും. മേപ്പോട്ട് നാപ്പോട്ടല്ല നോക്കുന്നത്, അടിയുന്ന മേപ്പോട്ട് നോക്കും. കാര്യം എന്തുവാ? അതിന്റെ മാതൃക അവന്റെ ശരീരത്തിനകത്ത് ഉണ്ടാവണം. ഞാൻ ചെയ്യുന്ന ഓരോ ജോലിക്കും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഒരു മാതൃക ആര് തന്നിട്ടുണ്ട്? കർത്താവ് തന്നിട്ടുണ്ട്. ആ മാതൃക ഉണ്ടാവണം, മാതൃക ഉണ്ടാവണം. സ്തോത്രം. ഇന്നലെ സ്തോത്രം, ഇന്നലെ രാത്രിയിൽ സ്തോത്രം ഒരു ഹിന്ദു ഫാമിലിയാണ് എന്നെ വിളിച്ചിട്ട് വന്ന് എന്റെ വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ, പറ്റത്തുള്ളൂ. എന്റെ അടുത്ത സുഹൃത്തല്ല, എന്റെ വീട്ടിൽ വന്നേ പറ്റും. ഞാൻ പല കാര്യം നോക്കി, ഒഴിയാൻ നോക്കിയിട്ടൊന്നും ഒഴിയാൻ പറ്റുന്നില്ല. സ്തോത്രം. നാളെ അവന്റെ പിതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ക്യാൻസർ രോഗിയാണ്, കൊണ്ടുവരും. അതിനു മുമ്പേ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കും. എന്റെ പിതാവിന് പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ അദ്ദേഹം കുറച്ച് നാളോടും ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കും. എന്റെ നന്മ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം കൊടുക്കും. സ്തോത്രം. ഒരുപാട് വട്ടം വിളിച്ചപ്പോ എനിക്ക് അതിനകത്ത് പല രീതിയിൽ ഒഴിയാൻ നോക്കിയിട്ടും പല തിരക്ക്, എനിക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇന്നലെ ദിവസം. എനിക്ക് അതിനകത്തൊന്നും ആ തിരക്കുകളെല്ലാം പറഞ്ഞപ്പോൾ ഒഴിയാൻ പറ്റില്ല. എത്ര മണി വരെ വെയിറ്റ് ചെയ്യാൻ തോന്നും. ഞാൻ അപ്പോഴും ഒരു ടീഷർട്ടിലായിട്ട് സാധാരണ രാത്രിയിലെ യാത്രയാണ് പോയി ചെന്നപ്പം അവർ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. കാര്യം എന്തുവാ? എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല. ടീഷർട്ടിലായിട്ട് സാധാരണ വീട്ടിൽ ഇരിക്കുന്ന സ്വന്തം ടീഷർട്ടിലായിട്ട് പാനലായിട്ട് ചെന്നിട്ട് അവർക്ക് എന്നെ എന്ത് ചെയ്യുന്ന അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലായി.
എന്നെ അവര് കണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. എന്നെ കുറിച്ച് അവരുടെ ഉള്ളിനകത്ത് ഒരു ചിത്രമുണ്ട്. ഇന്ന വേഷം ധരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോയതാ. രാത്രി സ്തോത്രം. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓരോ ഡ്രസ്സിനും ഓരോ വ്യക്തികൾക്ക് അവരുടെ ജോലിക്കനുസരിച്ചുള്ള ഓരോ ഡ്രസ്സും ഇല്ലയോ? ആ രീതിയിലുള്ള ഡ്രസ്സെല്ലാം ഇട്ടാണ് എന്ത് ചെയ്യുന്നത്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിക്കർ വിട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ നമ്മൾ സംസാരിക്കാൻ നിൽക്കും. ഡോക്ടറിന്റെ ആയിട്ടൊരു ഭംഗിയുണ്ട് ഇല്ലയോ? അഴിക്ക് പിടിച്ച ഡ്രസ്സെല്ലാം ഇട്ട് നമ്മൾ എണീച്ചു പോകും. അയാൾ പറയുന്നത് നമ്മൾ കേൾക്കത്തില്ല. അയാൾ അതിന്റെ ടിപ് ടോപ്പായിട്ട് ഇരുന്നാലേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതുപോലെ നേഴ്സുമാർക്ക് ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ ജോലിക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ പേടിക്കുന്നത് പോലീസുകാരനെ അല്ല പേടിക്കുന്നത്, അവർ കൊടുത്തിരിക്കുന്ന യൂണിഫോമിനെയാണ് നമ്മൾ പേടിക്കുന്നത്, ബഹുമാനിക്കുന്നത്. സാറെന്ന് വിളിക്കുന്നതിന്റെ കാര്യം ആ യൂണിഫോമിനെ ഓർത്താണ്, അവരുടെ പ്രവർത്തിക്കല്ല. അതുപോലെ ദൈവമക്കളെ, നമ്മുടെ സംസാര രീതിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവമക്കളെ പാപം ചെയ്യിക്കുന്ന ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്, എടുത്തിയാത്ത സംസാരം. വിലക്ക് ചെയ്തോണം. സംസാരിക്കുന്നെങ്കിൽ വിലക്ക് ചെയ്ത് മാപ്പ് പറഞ്ഞ് ദൈവസ്ഥനിൽ സ്ഥലം ഗ്രഹിക്കണം. അതായിരിക്കും ചിലപ്പോൾ നിന്റെ നന്മയ്ക്ക് തടസ്സം, അതായിരിക്കും ചിലപ്പോൾ നിന്റെ വിടുതലിന് തടസ്സം. വിടുതലിന് തടസ്സം. ഇപ്പൊ ഒരാളോട് സ്തോത്രം നമ്മൾ ഉപദേശിക്കുക, ദൈവദാസൻ എന്നുള്ള പറയാതിൽ നമ്മൾ വിശ്വാസിയോട് ഉപദേശിക്കാം. വിശ്വാസി ഉപദേശം കേട്ടിട്ട് വേണ്ടേ? വിശ്വാസി ദൈവദാസനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉപദേശിക്കാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോ കണ്ടു, ഞാൻ ഇത് കണ്ടു, പശുവിനെ അവിടെ എന്ത് ചെയ്യാനാ? മിണ്ടാതിരിക്കുക. പിന്നെ അവരുടെ വീഴ്ച വരുമ്പോഴേ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ വലിയൊരു വീഴ്ചയിൽ അവർ വീട് കഴിഞ്ഞതാണ്. ഒരു ദേവദാസനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കേണ്ടത് വിശ്വാസം, കേട്ട് കഴിഞ്ഞത് ഗ്രഹിക്കാൻ ആഗ്രഹിക്കേണ്ടത്, ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് മാറാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വിടുതലുകളും അത്ഭുതങ്ങളും ആർക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ? ദൈവമക്കൾക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് ഒരു ഇടയനെ സഭയ്ക്കകത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഭയിൽ ഇടയൻ പറയുന്നത് കേൾക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതിനെ ഏറ്റെടുക്കുക. അപ്പോഴാണ് അവന്റെ ജീവിതത്തിനകത്ത് എന്തുണ്ടാവുന്നത്? ദൈവത്തിന്റെ വിടുതലുകളും അത്ഭുതങ്ങളും. മാനുഷ്യ ബുദ്ധിയിൽ നല്ല ഇടയനായി നിൽക്കുന്ന ഒരു ദൈവദാസനും, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവദാസനും മാനുഷ്യ ബുദ്ധിയെ സംസാരിക്കുവാൻ ആരാഗ്രഹിക്കത്തില്ല, ദൈവം ആഗ്രഹിക്കത്തില്ല, പറയിപ്പിക്കത്തില്ല. അവരെ കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? ആത്മീയ കാര്യങ്ങളെ പറയിപ്പിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാളെ പറഞ്ഞു, സ്തോത്രം, വൈദ്യനെ കൊണ്ട് രോഗിക്ക് ആവശ്യം എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നെടുക്കാം. സ്തോത്രം. മരുന്നെടുക്കാൻ ഓരോ മുഖാന്തരങ്ങൾ കണ്ടുപിടിക്കുന്ന വാക്യങ്ങളാ. എന്തുവാ? വൈദ്യനെയും കൊണ്ട് ആർക്ക് ആവശ്യമുണ്ട്? രോഗിക്കാണ് വൈദ്യനെയും കൊണ്ട് ആവശ്യം. രോഗമില്ലാത്ത ഒരു വൈദ്യനെയും കൊണ്ട് ആവശ്യമില്ല. കർത്താവ് അത് പറഞ്ഞൊരു ഉപമയാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞാൽ, പാപിക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ യേശു വേണം. യേശു മത്തായി സ്തോത്രം, അതുപോലെ സ്തോത്രം പാപികളായ മനുഷ്യരോടൊപ്പം യേശു ചുങ്കക്കാരും പ്രമാണികളോടൊപ്പം യേശു ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് യേശുവിനെ കുറ്റം പിടിക്കണം, എന്തെങ്കിലും ഒരു കുറ്റം കാണണം. കാര്യം എന്തുവാ? യേശു ചെയ്യുന്ന മഹാ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവര് പുരോഹിതൻ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവരെ ആരും അംഗീകരിക്കുന്നില്ല. അപ്പോഴവരെ കുറ്റം വിധിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാ കർത്താവ് യേശു പിന്നെ പോയി ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ആരുടെ വീട്ടിലാണ്? ചുങ്കക്കാരും പാപികളുടെ വീട്ടിലാണ്. ചുങ്കക്കാരും പാപികളുടെ വീട്ടിലാണ്. ഉടനെ അവന്മാർ വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ യജമാനൻ ചെയ്ത് തെറ്റല്ലയോ? ഇത്രയും വലിയ വിശുദ്ധ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവര് പോയി ചെന്ന് എവിടെ ഇരിക്കുന്നത്? ചുങ്കക്കാരും പാപികളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് തെറ്റല്ലയോ? യേശുവിനെ അവര് കാണുന്നുമ്പേ, യേശു അവരെ കാണുന്നുമ്പേ അവര് പാപിയായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. പക്ഷെ യേശു അവരെ വിളിച്ചപ്പോ അവരെ പാപങ്ങളിൽ നിന്ന് വിട്ടു, ചുങ്കക്കാരങ്ങളിൽ നിന്ന് വിട്ടു. അവരുടെ ജോലി മാറി, അവരുടെ സ്വഭാവം മാറി. അവർ ആരടുത്ത് വന്ന് സറണ്ടറായി? യേശുവിന്റെ സക്കായി വന്ന് സറണ്ടറായി, മത്തായി വന്ന് സറണ്ടറായി. ഞാൻ പലപ്പോഴും അവർക്ക് മത്തായിയെ പോലല്ല ആവണമെന്ന്. കാര്യം എന്തുവാ? ചുങ്ക സ്ഥലത്തെ പിരിച്ചുകൊണ്ടിരിക്കുക, പിരിവ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാ യേശു അടുത്ത് വന്നിട്ട് നിന്നിട്ട് മത്തായി ഒന്ന് ഒറ്റ നോട്ടം നോക്കി, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു.
ഉടനെ എല്ലായിടത്തും ദൂരെ കളഞ്ഞു. അമ്മേ പലിശയും പരിപാടികളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. നേരെ ആരോ പിന്നാലെ പോവാ, യേശുവിന്റെ പിന്നാലെ പോവാ. ആ നിമിഷം മാനസാന്തരം ഉണ്ടായി. നമ്മളതിന് എന്ത് പറയും? പറയാം കുറച്ച് പൈസ കളക്ഷൻ കിട്ടണം, അതൊന്ന് പിരിച്ചു വെച്ചിട്ട് ഇന്നത്തോട്, അല്ലെങ്കിൽ സ്തോത്രം ഇന്നിപ്പം സ്തോത്രം ജൂൺ ആയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു സെപ്റ്റംബർ അല്ല ആവുമ്പോൾ ഞാൻ മാറാം. 2-3 മാസം എനിക്ക് സമയം താ, ഞാനൊന്ന് മാറാം, അല്ലെങ്കിൽ അടുത്ത ഡിസംബറിൽ ഞാൻ മാറാം. പക്ഷെ മത്തായി അതൊന്നുമല്ല ഇത്. ആ സെക്കൻഡ് കിട്ടാവുള്ളതും കിട്ടിയത് പോലും എടുത്തില്ല, അവിടെ തന്നെ കളഞ്ഞിട്ട് പോയി ടേബിളോട്. ഇത് തന്നെ പത്രോസും ചെയ്ത്, മീനും പടകും അവിടെ കളഞ്ഞിട്ട് പോയെന്ന ബൈബിൾ പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അതല്ല വേണ്ടത്, അവൻ അതിലും വലുത് യേശുവിന്റെ വിളിക്ക് പ്രാധാന്യം കൊടുത്തു. ഇവന്മാരോടൊപ്പം യേശുവിനെ അനുഗമിച്ച് എല്ലാം കളഞ്ഞ് എല്ലാം സ്തോത്രം യേശുവിന്റെ ഫ്രണ്ടിൽ ചപ്പും ചവറുമായിട്ട് കണ്ടിട്ട് യേശുവോ വലിയതെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് യേശുവിനോടൊപ്പം ആഹാരം കഴിക്കുന്ന കണ്ടപ്പോ ലവന്മാർക്ക് ചോദിച്ചില്ല. ഇത്രയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് ഇവന്മാർക്ക് മാനസാന്തരമില്ല. ഇവന്മാരുടെ ചിന്ത ഞങ്ങളെ മഹാപുരോഹിതന്മാരെന്നാ, ഞങ്ങളുടെ ദൈവദാസന്മാരെന്നാ, ഞങ്ങളുടെ പാണ്ഡിത്യമുള്ളവരെ ബൈബിളുമായിട്ട് ബന്ധമുള്ളവരെന്നാ. ഇവന്മാർക്ക് എന്തില്ല? രൂപാന്തരമില്ല, മാനസാന്തരം. ഇന്ന് ഭൂരിപക്ഷ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് നടക്കുന്ന വിഷയം ഇതാ. എന്തുവാ? ബൈബിൾ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്, ബൈബിൾ അവന്റെ ഭവനത്തിനകത്തുണ്ട്, അവൻ ഏത് പറഞ്ഞാലും വാക്യം പറയുന്നുണ്ട്, അതിനനുസരിച്ചുള്ള വാക്യം എടുത്തവൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വാക്യവും അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ജീവിതത്തിനകത്ത് നോക്കുമ്പോൾ ആ വാക്യവുമായിട്ട് എന്തില്ല? ഒരു ബന്ധവുമില്ല. നമ്മൾ നേരത്തെ കേട്ടില്ലേ എന്തു പറഞ്ഞേ? മൊബൈലും ടി വി ഒന്നും കാണല്ലേ? ഞാൻ മൊബൈലും ടി വിയും കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറയാൻ പറ്റുമോ? മൊബൈൽ ടി വി ഞാൻ കാണാതെ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്റെ യേശു എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ യേശുവായിട്ട് ബന്ധം കൂടിയപ്പോൾ ഈ സ്വഭാവം എല്ലാം എന്റെ മാറി. അത് പറഞ്ഞിട്ട് ഈ അങ്ങോട്ട് പറയുമ്പോൾ ദൈവജനത്തിലേക്ക് അത് കേൾക്കുന്നവരുടെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് തീ കത്തിക്കും. ഇല്ലയോ? കത്തിക്കത്തില്ലയോ? ഞാൻ രഹസ്യമായി മദ്യപിക്കുന്ന വ്യക്തിയാ. ഞാൻ വന്നിട്ട് മദ്യപാനത്തിനെതിരെ സംസാരിച്ച് നടക്കുവോ? നമ്മൾ കാണുന്നില്ല ദൈവമക്കളെ, ചിലപ്പോ എല്ലാം നേതാക്കന്മാർക്ക് ഈ കൊഴുപ്പെല്ലാം കൂടി കഴിയുമ്പോൾ കുറച്ച് നടക്കണമെന്ന് ഡോക്ടർ പറയും. ഉടനെ അവന്മാരൊരു ഫ്ലെക്സ് അടിക്കും, മദ്യപാനത്തിനെതിരെ ഒരു ജാഥ. അത് സ്വത്രമാല എന്നും മദ്യപിക്കുന്നവനാ. ആ മദ്യപാനത്തിന് ജാഥയ്ക്ക് വിളിക്കുന്നവനും മദ്യം കൊടുത്തിട്ടാ വിളിച്ചോണ്ട് വരുന്നത്. എന്നിട്ട് ഇവന്റെ എല്ലാം കൊഴുപ്പ് മാറ്റാൻ വേണ്ടി ഒരു നടത്തുപോക്ക്. നമുക്കറിയത്തില്ല ഇവന്മാര് മദ്യപിക്കുന്നവന്മാർ. ഇവന്മാർക്ക് കഞ്ചാവിനെ കുറിച്ചോ മദ്യപത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്തോത്രം ഇന്നത്തെ ലഹരി സാധനത്തെ കുറിച്ചോ എതിർത്ത് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാം ബാറും ക്ലോസ് ചെയ്യണം, എല്ലാം ബിവറേജിങ് ക്ലോസ് ചെയ്യണം. എന്താ അവര് ക്ലോസ് ചെയ്യാത്തത്? ഇന്ന് നമ്മൾ കഴിക്കുന്ന പകുതി ആഹാരവും ഫാസ്റ്റ് ഫുഡ്, പകുതി ആഹാരവും ക്യാൻസർ വരുത്തുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗമുള്ളതാണ്. എന്തുകൊണ്ടാ ഇവർക്ക് പിന്നെ ലൈസൻസ് കൊടുക്കുന്നത്? നമ്മൾ എന്നിട്ട് പറയും സിഗരറ്റ് വലിക്കുന്നതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ക്യാൻസർ രോഗിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സിഗരറ്റ് ഇറക്കാതിരുന്നാ പോലെ അത് ചെയ്യത്തില്ല. അത് ലാഭമാണ്. നീ വലിച്ചു ലാഭം വരട്ടെ, പക്ഷെ പുറത്തേക്ക് വലിക്കല്ലേ. സ്തോത്രം. ഇത് തന്നെ പല ബന്ധുക്കോസ്ത് സഭയ്ക്കകത്ത് പുറത്ത് ഭയങ്കര ആത്മീയം പറച്ചിലാണ്, പക്ഷെ അകത്ത് എന്തില്ല? അവരെ ആർക്ക് വേണ്ട? അത് നമ്മളെ സഭയായാലും നമ്മളായാലും നമ്മളെ ദൈവമക്കളായാലും അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണമെങ്കിൽ വചനപ്രകാരം ജീവിച്ചേ പറ്റൂ, രൂപാന്തരപ്പെട്ടേ പറ്റൂ, മാനസാന്തരപ്പെട്ടേ പറ്റൂ, പാപത്തെ ഏറ്റുപറഞ്ഞേ പറ്റൂ. സ്തോത്രം. പാപം ഏറ്റുപറയാൻ ഒരു മണിയും കാണിക്കല്ലേ ദൈവമക്കളെ. തെറ്റുകൾ ഏറ്റുപറയാൻ ഒരു മണിയും കാണിക്കല്ലേ. സ്തോത്രം. ഞാൻ ഓർക്കുക, പരിശീലനം ചുങ്കക്കാരനും വന്ന് പ്രാർത്ഥിച്ചു. പരിശീലനം പറയുക, ഞാൻ ആഴ്ച ഉപവാസമിരിക്കും, ഞാൻ ദശാംശം കൊണ്ട് കൊടുക്കും, ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ട് പരിശീലനം ഒരു വാക്കറിയാതെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ ചുങ്കക്കാരനായ ഇവരെ പോലല്ല ഞാൻ. അവന്റെ അനുഗ്രഹം തീർന്നു. അതാ എടുത്തിയാടിയുള്ള ഒറ്റ വാക്ക അവന്റെ അനുഗ്രഹം പോയത്. അല്ലാതെ അവൻ ഉപവാസം ഇരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്, ദശാംശം കൊടുക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്,
ദൈവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയ്ക്കും മുഖ്യസ്ഥാനം കൊടുക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ ഇതെല്ലാം കൊടുക്കുന്നവൻ മറ്റുള്ളവനെ വിധിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ വിധിക്കാനുള്ള അധികാരം ആരും കൊടുത്തിട്ടില്ല, ദൈവം കൊടുത്തിട്ടില്ല. അവൻ ദേവാലയത്തിൽ ഇരുന്ന് പറയുക ഇവനെ പോലല്ല. പക്ഷെ മറ്റോ വന്നിട്ട് എന്ത് പറയുന്നത്? കർത്താവേ, ഞാൻ അങ്ങോട്ടൊന്ന് കയറി വരുന്നില്ല, അങ്ങോട്ട് നോക്കാൻ പോലുള്ള യോഗ്യതയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കൊല്ലത്ത് മീൻ കച്ചവടം ചെയ്യുന്ന സഹോദരിമാരെ. എനിക്ക് കുറെ പേരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. വാക്കെടുത്ത ചീത്തയായിരിക്കും. അവരുടെ വായി പോയി ഒന്നും പിടയ്ക്കാൻ പറ്റത്തില്ല. മീന് വില പേശി കുറച്ച് കഴിയുമ്പോൾ അവരുടെ ടെമ്പർ തെറ്റും. പിന്നെ ആ ഉള്ള പൈസ കൊടുത്തിട്ട് പോകുന്നേ നല്ലത്. ഇല്ലെങ്കിൽ നമ്മള് വെള്ളമെല്ലാം ഇട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, കേൾക്കേണ്ടതെല്ലാം കേൾക്കും. പക്ഷെ എനിക്ക് ഈ സഹോദരിമാരെ ഭയങ്കര ഇഷ്ടം. കാര്യം എന്തുപോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പുരുഷനിയുടെ അവിടെ പോയൊരു കിടപ്പുണ്ട്. ഞാൻ ഓർക്ക് യേശുവിനെ അപ്പിടിറങ്ങി ഒന്ന് ക്ഷമിച്ചത്. ഇതാ പറയുന്നത്. ഇതുവരെ അങ്ങോട്ട് നോക്കാനുള്ള ഭാഗ്യം എനിക്ക്, അങ്ങോട്ടൊരു ഉമ്മ വെക്കാൻ പോലുള്ള ഭാഗ്യം ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ന് എന്തെങ്കിലും ഞങ്ങൾ സംസാരിച്ചോ ക്ഷമിക്കണമേ. രാവിലെ തൊട്ട് സംസാരിച്ചിട്ട് വരുക, എന്നിട്ട് വൈകിട്ട് വന്നൊരു മെഴുകുതിരി കത്തിപ്പും ഒരു ഏറ്റുപറച്ചിൽ മുട്ടിൽ, ആ മണ്ണിൽ തന്നെ ഒരു മുട്ടിലൊരിപ്പും എല്ലാം കാണുമ്പോൾ ഞാൻ ഓർക്കും കർത്താവേ യേശുവിനെ ഇറങ്ങി ഒന്ന് ക്ഷമിച്ച് കാണും. സ്തോത്രം. ചുങ്കക്കാരൻ ഇതിനല്ല വന്നത്. ചുങ്കക്കാരൻ വന്നിട്ട് പറഞ്ഞു, ദേവാലയത്തിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് നോക്കാൻ പോലെയുള്ള യോഗ്യത. ഞാൻ ഓർക്കും, ഞാൻ എപ്പോഴും ഞാൻ പറയാം, ദേവാലയത്തിനകത്ത് വന്ന നിങ്ങൾ ഭയപ്പെട്ടോണം. ദൈവത്തിന്റെ ആലയമാ, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ആലയമാ. നമ്മൾ ഒത്തൊരുമയോട് ഒന്നോ രണ്ടോ പേര് എവിടെ കൂടുന്നു അവിടെ എല്ലാം ആരിറങ്ങി വരും? കർത്താവ് ഇറങ്ങി വരും. നിങ്ങൾ ഒന്നോ രണ്ടോ പേര് വീട്ടിനകത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ആരിറങ്ങി വരുന്നുണ്ട്? കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. ആ ഇറങ്ങി വരുന്ന കർത്താവിനെ അസഹ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് കാണിക്കേണ്ടത്. നമ്മൾ ഭയത്തോടായിരിക്കണം ആരെടുത്തിരിക്കേണ്ടത്? ദൈവത്തോട്. മനുഷ്യന്റെ ഫ്രണ്ടിൽ നിനക്ക് ഭയമില്ലെങ്കിലും കർത്താവിന് കുഴപ്പമില്ല. പക്ഷെ നീ ഭയപ്പെടേണ്ടത് ആരെയാ? ദൈവത്തെയാ. എന്താ കാര്യം? സൃഷ്ടാവാ. സൃഷ്ടാവിനെ നീ ഭയപ്പെട്ടേ പറ്റൂ. സൃഷ്ടിയല്ല നീ ഭയപ്പെടേണ്ടത്, സൃഷ്ടാവിനെ ഭയപ്പെടണം. അപ്പൊ ദേവാലയത്തിനകത്ത് വരുമ്പോൾ നീ പേടിക്കണം. ചുങ്കക്കാരൻ അവിടെ നിന്നോട് പറയുക, കർത്താവേ എനിക്ക് അങ്ങോട്ട് നോക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ പാപിയാ. ദൈവം പറയൂ, യേശുവിനെ പറയുക, പാപം ക്ഷമിച്ചു കൊടുത്തത് ചുങ്കക്കാരനാ, മറ്റവനല്ല. അന്ന് മറ്റവൻ ഡീസല്ല. പക്ഷെ അവന്റെ ഒരു തെറ്റ് വന്നു. എന്തുവാ? മുൻവിധി വന്നു. സ്തോത്രം. എടുത്തിയാടി ഒരു മുൻവിധി വന്നു. അവൻ ചുങ്കക്കാരനെ കണ്ടോണ്ടാ പ്രാർത്ഥിച്ചത്. നീ ദേവാലയത്തിനകത്ത് വരുമ്പോ, യേശുവിന്റെ സന്നിധി വരുമ്പോ അടുത്തിരിക്കുന്നവരെ കാണാനല്ല നീ വന്നത്, അടുത്തിരിക്കുന്നവരെ കാണിക്കാനല്ല വന്നത്. നീ ആരെടുത്താ പ്രാർത്ഥിക്കേണ്ടത്? യേശുവിനെ നോക്കിയാ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ പാപങ്ങളെ, കുറവുകളെ ആരാധനയിൽ നിന്ന് വെളിപ്പെട്ടോണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞത് എങ്ങനെയാ? പറ, ഇപ്രകാരം പറ. ആരാധനയുടെ മധ്യയിൽ ഇപ്രകാരം പറ, ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കാൻ പോവാ, നീ എന്നോട് സംസാരിക്കാൻ പോവാ. ആ സംസാരത്തിന്റെ ആരാധന, അതാണ് ആത്മീയ ആരാധന, അതാണ് വർഷിപ്പ്, അതാണ് ദൈവത്തിന്റെ കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്കകത്ത് നീ മൗനമായിട്ടിരിക്കാനല്ല, കൈയടിച്ച് പാടാൻ എനിക്ക് വകയുണ്ട്. കാര്യം എന്തുവാ? എന്റെ യേശു എന്നെ വഴി നടത്തിയതാ. ആഴ്ച ഒരു ദിവസം ഞാൻ ദേവാലയത്തിനകത്ത് വന്ന് കരമടിക്കുന്നതിനകത്ത് കാര്യമുണ്ട്, കരമടിച്ച് ആരാധിക്കുന്നതിനകത്ത് കാര്യമുണ്ട്, ഉള്ളു തുറന്ന് കരയുന്നതിനകത്ത് കാര്യമുണ്ട്, ഉള്ളു തുറന്ന് വിളിച്ചു പറയുന്നതിനകത്ത് കാര്യമുണ്ട്. യേശു എന്നെ കൊണ്ടുപോകുന്നതാ. എന്റെ യേശു എന്നെ കൊണ്ടുവന്നതോ? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സ്തോത്രം ലാസറിനെ കുറിച്ച് പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കും. അത് വേറെ. ഇപ്പോൾ നിങ്ങൾ തീർപ്പ് ചെയ്തു, മരിച്ചുവെന്ന് ഉറപ്പുവരുത്തി, അടക്കി, 4-ാം ദിവസമായി. ഇപ്പോഴവനെ ഞാൻ ഉയർത്താൻ പോവുക, അവനെ കൊണ്ടുവരാൻ പോവുക. ഉയർത്തെഴുന്നേൽപ്പ് വേറെ,
അതുണ്ട്, അവസാന കാലത്ത് അത് സംഭവിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അവരെ കല്ലറയിൽ കൊണ്ടുവരാം. ഇത്രയെല്ലാം കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദമായിട്ട് അറിയാവുന്നത് യേശുവിനോട് അങ്ങോട്ട് വരെ ശക്തമായിട്ട് സംസാരിച്ച സ്തോത്രം ലാസറിന്റെ സഹോദരി മാർത്ത പറയുക, കർത്താവേ കല്ലറ തുറക്കല്ലേ, നാട്ടം വെച്ച്. കർത്താവ് പറഞ്ഞ് കല്ലറ തുറക്കാൻ പോവാ. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സ്തോത്രം പിതാവിനെ നോക്കി പറയുന്നുണ്ട്, പിതാവേ ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യണേ. സ്തോത്രം. ലാസറേ പുറത്തു വാ എന്ന് കൽപ്പിച്ചപ്പോൾ 4 ദിവസം അവൻ വെച്ചു, നാറ്റം വെച്ചു എന്ന് പറഞ്ഞ് ജനം മുൻവിധിക്ക് വെച്ചെടുത്ത് സ്തോത്രം ദാ എപ്രകാരം അവനെ പൊതിഞ്ഞു വെച്ച് അപ്രകാരം തന്നെ അവൻ എന്ത് ചെയ്തു? പുറത്തു വന്നു. അപ്പൊ ഈ ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർത്തയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. യേശു ആരെന്നും അറിയാം, യേശു എന്തെന്നും അറിയാം, യേശുവിന്റെ വരവെന്തെന്നറിയാം, യേശു എന്തിനാ വന്നേന്നറിയാം, എല്ലാം അറിയാം. പക്ഷേ യേശു ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, എന്തുവാ? നാറ്റം വെച്ചു. ഇതാണ് നമ്മളെ പ്രശ്നം. നമുക്ക് ചില സംശയങ്ങൾ നമ്മൾ ഉള്ളിൽ കിടക്കും, നമ്മൾ പോലും അറിയാം. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും, ദൈവം തരുമെന്ന് പറഞ്ഞാൽ ദൈവം തരും. അതിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ചിലടത്ത് അവയിൽ ഒരുക്കപ്പെടുവാനുണ്ട്. അല്ലെങ്കിൽ കർത്താവ് നാറ്റം വെച്ചിട്ട് 4 ദിവസം കഴിയട്ടെ, എന്റെ യേശുവിന് എന്തോ ഒരു പദ്ധതി ഉണ്ട്, അതിനാ നാറ്റം വെച്ചത്. നമ്മൾ കൂടുതൽ നിന്ന അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു, കഷ്ടം അനുഭവിച്ചു, വീർപ്പുമുട്ടേണ്ട അവസ്ഥയുണ്ടായി. വരട്ട് ഇതെല്ലാം ആര് കാണുന്നുണ്ട്? യേശു കാണുന്നുണ്ട്. യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നീ യേശുവിനുള്ളതാണെങ്കിൽ ഇതെല്ലാം ആര് കാണുന്നുണ്ട്? യേശു കാണുന്നുണ്ട്. യേശു ഇതിനകത്ത് നിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. സഹോദരിമാരെല്ലാം പറഞ്ഞു, വീടില്ല, പദവിയില്ല. യേശു പറഞ്ഞു, ഇല്ല, പുറത്തു വരും. സ്തോത്രം. ഇതാണ് യേശു താമസിച്ചതിന്റെ കാര്യം. ലാസർ രോഗിയായി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ യേശു വരായിരുന്നു. യേശു അവിടെ വെച്ച് സൗഖ്യമാക്കിയാൽ ഇതേപോലൊരു അത്ഭുതം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ദൈവസന്നിധി പറയുക, അറ്റുപോയെന്ന് പറയുന്നിടത്തുനിന്ന് ആര് പണിയുന്നേ? തീർന്നുപോയി. ഇനി അതിനെപ്പറ്റി പറയണ്ട, ആ കാര്യം തീർന്നുപോയി. ഇനി ആ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. അവിടുന്ന് ആര് പണിയുന്നത്? കർത്താവ് പണിയുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുക, സ്തോത്രം, നമ്മൾ ഓർക്കുക, എത്ര മലയാളിയാ, എത്ര പേരെ സ്വപ്നമാണ് പോയത്. അപ്പോഴെല്ലാം ഞാൻ ഓർക്കും, നമ്മളെ ദൈവമക്കളെല്ലാം ദൈവം കരുതുന്ന കരുതൽ, ദൈവം ചെയ്യുന്ന കരുതൽ, അവരുടെ പോക്കിലെ വരവില് എല്ലാം കരുതുന്ന കരുതൽ എത്ര വലുതാണ്. സ്തോത്രം. 6 പേര് കിടക്കേണ്ട റൂമിനകത്ത് 8ഉം 10ഉം പേരാ കിടക്കുന്നത്. എങ്ങനെയാ പോകുന്നത്? അവരെ അനുഭവിക്കുക. എന്തിനു വേണ്ടിയാ? അവരുടെ സ്വപ്നങ്ങൾ നിവർത്തിയാക്കുവാൻ വേണ്ടി. ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, വീട് വെച്ച് കൊടുക്കാൻ. അവൻ ജീവനോടുന്നപ്പം കിട്ടിയില്ലല്ലോ, അവനത് അനുഭവിക്കുക. അവന്റെ സ്വപ്നമായിരുന്നു ഒരു വീട്. സ്തോത്രം. നമ്മൾ ഓർക്കുക, കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നവൻ തിരിച്ചുപോയി. ഒരു നല്ല ജോലി ഉണ്ടായിട്ട് രാജി വെച്ചിട്ട് അവൻ ഈ ജോലിക്ക് പോയി. ഒരാഴ്ച പോലും ആയില്ല. അതേപോലെ തന്നെ 1 മാസത്തെ ശമ്പളം അയച്ചു കൊടുത്തു, അടുത്ത മാസം അയക്കാനില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ കാര്യം. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സ്തോത്രം. നമ്മള് ഈ വാർത്തയിലൊക്കെ പലരും പലരെല്ലാം പറയുമ്പോൾ എനിക്ക് ഞാൻ ഓർത്തു, ഇവര് ഇറങ്ങി ഓടിക്കൂടായിരുന്നു, ചൂട് വന്നില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നും ചിന്തിക്കാൻ പോലും സമയം കാണത്തില്ല, ചിന്തിക്കാൻ പോലും സമയം കാണത്തില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴേ തീർന്നു. കണ്ണടച്ച് തുറക്കുന്നുമ്പേ ഒരുത്തെ മേൽ തീ കത്തുന്നുണ്ട്, എടുത്ത് വാട്ടർ ടാങ്കിനും എടുത്താടി നടു ഒഴിഞ്ഞ് നടക്കുക. സ്തോത്രം. ചത്തവന്റെ ആയിട്ട് കഷ്ടമായിട്ട് കിടക്കുക, ഇല്ലയോ? ഒരു മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, ഇവിടുന്ന് കർത്താവ് നമ്മളെ ഓരോ ആഴ്ചയും വഴി നടത്തി കൊണ്ടുവരുമ്പോ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? കൈകൊട്ടാൻ നമുക്ക് വകയുണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം എന്തുവാ?
ആരാധിക്കാൻ നമുക്ക് വകയുണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം എന്തുവാ? നമ്മ ഇതുപോലുള്ള പ്രതികൂലത്തിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും എന്റെ തലമുറകളെയും എന്റെ കുടുംബത്തെയും ദൈവം ഓരോ ദിവസവും വഴി നടത്തുക. സ്തോത്രം. വഴി നടത്തുക, അനുഗ്രഹിക്കുക. സ്തോത്രം. അടുത്ത ആഴ്ച നാട്ടിൽ വരേണ്ടവനുണ്ട്, സന്തോഷം കുടുംബവുമായിട്ട് ഷെയർ ചെയ്യേണ്ടവനുണ്ട്. പറ്റിയോ? പ്രൈസലോ. അതുപോലെ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോയവരാ എല്ലാവരും. തിരിച്ചു വരാൻ പറ്റിയോ? തിരിച്ചു വന്നത് ഒന്നും അറിയാത്ത പെട്ടിക്കകത്ത് വന്നു. പ്രൈസലോ. ഇന്ന് പ്രിയ നമുക്കുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാ. നമ്മളെ പോക്കും വരവും എല്ലാം അങ്ങനെ. അവിടെ ദൈവം നമ്മളെ കരുതല ഓരോ സൺഡേയിലും ദൈവം ആരാധനയ്ക്ക് കൊണ്ടുവരുന്നത്. ആ ആരാധനയ്ക്ക് വരുമ്പോൾ കൈകൊട്ടാതെ മൗനമായിട്ടിരിക്കാൻ പറ്റുമോ? കരയാതെ മൗനമായിട്ടിരിക്കാൻ പറ്റുമോ? ആരാധിക്കാതെ മൗനമായിട്ടിരിക്കാൻ പറ്റുമോ? ആരുമായിട്ടുള്ള ആരാധനയാ? യേശുമായിട്ടുള്ള ആരാധനയാ. അവിടെ യേശുമായിട്ടുള്ള ആരാധന ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. അങ്ങനെ ആരാധിക്കാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാര്യം എന്തുവാ? ദൈവം നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാ. ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നില്ലെന്നാ. ദൈവത്തിന് നന്ദി പറയുന്നവരെയാ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ദൈവം നമ്മളോട് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, കാലമോ മാസങ്ങളോ വർഷങ്ങളോ മണിക്കൂറുകളോ അതിന്റെ ഒരു വിഷയമല്ല. കർത്താവിന് ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് തരാവുന്നുള്ള വിഷയമേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ കുടുംബവും അതെന്ത് ചെയ്യും? പ്രാപിക്കും. സ്തോത്രം. ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ സ്തോത്രം 5-ാം വാക്യം മുതൽ ഒരാൾക്ക് വായിക്കാം. സ്തോത്രം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് യോസേഫിനെ കരുതുന്ന കരുതൽ മറ്റ് സഹോദരങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത അവന്റെ പിതാവിന് അവനോടുണ്ടായിരുന്നു. സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കളിൽ മേൽ എപ്പോഴും ഒരു പ്രസാദം ഉണ്ടാകും. എവിടെ ചെന്നാലും അവർക്ക് എങ്ങനെങ്കിലും ചില കാര്യം ഓപ്പൺ ആക്കി. അത് നമ്മളെ കഴിവല്ല. നമ്മൾ പറയുന്നതിലും പലരും അവിടെ വായി നോക്കി നിൽക്കുക. ആ സമയത്താണ് ഞാൻ ചെന്നപ്പോ എന്റെ കാര്യം റെഡിയാക്കുന്നത്. നമ്മളെ കഴിവല്ല. ആ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത. യോസേഫിന്റെ കുടുംബത്തിന്, യാക്കോബിന്റെ കുടുംബത്തിനകത്ത് യോസേഫ് എന്ന് പറയുന്ന മകനോട് ഒരു പ്രത്യേക കരുതൽ ആർക്കുണ്ട്? പിതാവിനുണ്ട്. കാര്യം എന്തുവാ? അടുത്ത കൈമാറ്റം നടക്കുന്ന അവന്റെ മേല. കർത്താവിന്റെ കൈമാറ്റം പകർച്ച, അല്ലെങ്കിൽ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അടുത്തതിലേക്ക് പോകുന്നത് യോസേഫിന്റെ കയ്യിലോട്ട്. അവനൊരു പ്രത്യേകതയുണ്ട്. അവനെ അതുകൊണ്ട് മറ്റുള്ള സഹോദരങ്ങൾക്ക് എന്തില്ല? താല്പര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം പറഞ്ഞ വെളിപ്പാടുമായിട്ട് മറ്റുള്ള സഹോദരന്റെ അടുത്തോട്ട് ചെല്ലുന്നു. എന്തു പറഞ്ഞേ? നമ്മളെല്ലാം കറ്റ കൊയ്യാൻ പോയി, വയലിൽ കറ്റ കൊയ്യാൻ പോയി. നിങ്ങളെ കറ്റയെല്ലാം എന്റെ കറ്റയെ നമസ്കരിക്കും. അവന്മാർക്ക് ചൊറിഞ്ഞിരിക്കുവോ? അതിന്റെ മേൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഇവിടെ ചെറിയുക. എന്തുവാ? അറിയുക. അതുകൊണ്ട് ചില ദൂതുകൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കും. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. ചൊറിയാനിരിക്കുന്നവരടുത്തൊക്കെ ദൂതുകളും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളായിട്ട് വലിയതാവും. ഇതാർക്കും എന്തില്ല? താല്പര്യമില്ല. അത് നമ്മളെ ബന്ധുവായാലും സഹോദരനായാലും സഹോദരിയായാലും ഒരാൾ ഉയരുന്ന ഒരാൾക്ക് എന്തില്ല? അത് എപ്പോഴും ഓരോരുത്തരുടെ ഉള്ളത്തിനകത്തൊന്നുണ്ട് ആ ജലസി അല്ലെങ്കിൽ ഒരു അസൂയ ഉണ്ട്. സ്തോത്രം. പറയുക നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ അവന്മാര് പറഞ്ഞു, നീ നിങ്ങളുടെ രാജാവൂ, 17 വയസ്സുള്ള നീ ഞങ്ങളുടെ രാജാവോ? ഞങ്ങളെ ഏറ്റവും ഇളയ അനിയനാണ് നീ, ഞങ്ങളെ ഭരിക്കുമോ? അവൻ ദൂതാ പറഞ്ഞത്.
ദൈവാലോചനയെ പറഞ്ഞത്. അടുത്തത് അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാർ അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നമെന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കാൻ വരുമോ എന്ന് പറഞ്ഞു. സ്നേഹിച്ചിരുന്ന അപ്പനും ദേഷ്യമായി. എന്തുവാ? ദൂതങ്ങോട്ട് ദൂതിനെ ഏറ്റെടുക്കുന്നതും ദൂത് എന്തുവാണെന്നും ദൈവത്തിന്റെ ശബ്ദം എന്തുവാണെന്നും തിരിച്ചറിയുന്ന യാക്കോബിന് വരെ ദേഷ്യമായി. കാര്യം യാക്കോബും അവന്റെ അമ്മയും യാക്കോബും അവന്റെ ഭാര്യയും സ്വന്തം 11 മക്കളും നിന്നെ നമസ്കരിക്കുമോ? അവൻ പറഞ്ഞ ദൂത് അതാ. എന്തുവാ? അപ്പനും അമ്മയും സഹോദരങ്ങൾ ഉൾപ്പെടെ വന്ന്, എന്റെ ജ്യേഷ്ഠന്മാരായ നിങ്ങൾ ഉൾപ്പെടെ വന്ന് എന്നെ നീ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മേൽ ഞാൻ ഇരിക്കും. സ്തോത്രം. യാക്കോബ് പറഞ്ഞിരിക്കും, നീ ഞങ്ങളെ മേൽ രാജാവൂ. സ്തോത്രം. അതുകൊണ്ട് ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൂതുമായിട്ട് നീ പ്രാർത്ഥിക്കുക. സ്തോത്രം. അടുത്ത ദൂതിലേക്ക് നീ പോകണ്ട. നീ കേട്ട ദൂതിനെ നീ ഉറപ്പിച്ചു വെച്ച് പാർട്ടിയിലെ എല്ലാം ദൂത് കേൾക്കാൻ നിൽക്കല്ലേ. എല്ലാ ദൂതുകളും നിന്നെ എന്ത് ചെയ്യും? മിക്സ് ആക്കി കളയും. നീ കേട്ട ദൂതിനെ ഫോളോ ചെയ്ത് പോവാണോ, ആ ദൂതിനെ നീ വിശ്വസിച്ച് പോവാണോ, നിശ്ചയമായി ആ ദൂതിനകത്ത് ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. യോസേഫ് ആദ്യം ദൂത് കിട്ടി. യോസേഫ് എന്ന് സ്വപ്നത്തിൽ കണ്ട ദൂത് ആ സഹോദരങ്ങളോട് പറഞ്ഞു. സഹോദരങ്ങൾക്ക് വെറുപ്പായി. രണ്ടാമത്തെ ദൂത് അങ്ങോട്ട് ചെന്ന് അപ്പനോടും അമ്മയോടും ചേർന്ന് ഉൾപ്പെടെ സഹോദരങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അപ്പനും അമ്മയ്ക്കും ഉൾപ്പെടെ ആരോട് വെറുപ്പായി? സ്തോത്രം. അപ്പൊ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് എല്ലാം ഓരോ സഹോദരന്മാര് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം, അതിനപ്പുറത്തോട്ട് പോകല്ലേ എന്നുള്ള ആഗ്രഹമാണ്. ആണോ? അവർ മൂത്ത ഓരോരുത്തരെയും സ്തോത്രം ഏജ് അനുസരിച്ചുള്ള വളർച്ച അവർക്ക് കൊടുക്കാവൂ. ഏറ്റവും ഇളയൻ ഒരിക്കലും കയറി വേളി വരണ്ട. പക്ഷെ ഇളയവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഏറ്റവും വലിയ നമ്മുടെ മേൽ കിടക്കുന്ന ദൂത് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് യോസേഫിന്റെ ചരിത്രം, യോസേഫിന്റെ ജീവിതം. യോസേഫ് ദൂത് പറഞ്ഞു, ഈ കുടുംബം ഇനി രക്ഷപ്പെടാൻ പോകുന്ന എന്തില്ല. കാര്യം എന്തുവാ? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ഇസ്ഹാക്കിലേക്ക് പകർന്നു. ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു, അത് യാക്കോബിലേക്ക് പകർന്നു. ഇനിയും പകരാൻ പോകുന്നത് എന്തെങ്കിലും കാര്യം എന്റെ മേലുള്ള ദൂത് കിടക്കുന്നു. ഇന്ന് പ്രിയ മക്കളെ, ദൂത് കിടക്കുന്ന ഒരു ദൈവമക്കളെ ഒരു വ്യക്തികൾക്കും, അപ്പനായാലും അമ്മയായാലും സഹോദരനായാലും സഹോദരിക്കായാലും എന്ത് ചെയ്യാൻ പറ്റില്ല? താത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ദൂത് പറഞ്ഞിരിക്കുന്നത് കർത്താവാണ്. ദൂത് പറഞ്ഞത് കർത്താവെങ്കിൽ ആ ദൂത് ദൈവമക്കൾക്ക് തീരും, നിശ്ചയമായി തരും. അതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് യോസേഫ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ. സ്തോത്രം. യോസേഫ് എന്ന് പറയുന്ന ദൈവദാസൻ ഇന്നങ്ങോട്ട് ദൈവമക്കളെ അങ്ങോട്ട് വീട്ടിൽ പോയി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ, സ്തോത്രം, കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാം കൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് യോസേഫിനോട് ദൂത് പറഞ്ഞു. യോസേഫിന് പ്രതികൂലം വന്നു, പ്രയാസം വന്നു, സങ്കടങ്ങൾ വന്നു. ദൂത് കേട്ടപ്പോൾ മുതൽ അവന്റെ ഭവനത്തിലുള്ള അവനെ സ്നേഹിച്ചവര് വരെ അവനെ എതിരായി തീർന്നു. പക്ഷേ അവൻ പതറാതെ നിന്നു. ദൂത് അവൻ അനുഭവിച്ചതുപോലെ, ആ ദൂത് അവന് ദൈവം നടത്തി കൊടുത്തതുപോലെ എന്റെ കുടുംബത്തിന്മേലും എന്റെ തലമുറയിൽ കിടക്കുന്ന ദൂതുകൾ എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാക്കി തരണം. എന്റെ കുടുംബത്തെ, എന്റെ തലമുറ ബന്ധിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടത്ത് അതിനെ ദൂത് പ്രാപിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് തളർത്തുന്ന അവൻ നിന്ന വാക്ക്, പരിഹാസ വാക്ക്, ദൂതെന്നെല്ലാം പറഞ്ഞ് ചിലവർ വന്നെ തളർത്തുന്ന അവസ്ഥ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറാട്ട്. അവിടെ ദൈവത്തിന്റെ ദൂതമോട്ട് വെളുപ്പാട്ട്. എന്റെ കുടുംബത്തെ കുറിച്ച് കർത്താവ് കണ്ട ദൂത് ഇന്ന് ഈ ദിവസങ്ങളിൽ എനിക്കും എന്റെ കുടുംബത്തിനൊന്ന് പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ കൃപ എന്റെ കുടുംബത്തിനകത്ത് വെളുപ്പാട്ട്. ശക്തമായി 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 ദൈവസ്ഥനെ അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇത് പകല ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിവർത്തിയാവട്ടെ, ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിവർത്തിയാവട്ടെ. ആ ദൂതെന്ന് പ്രാപിച്ചെടുക്കട്ടെ. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്റെ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല, എന്റെ യേശുവിനെ കൈവിടത്തില്ല.
ഹല്ലേലൂയ. യാക്കോബ് യോസേഫിനെ വിലക്കി. ഈ ദൂത് കേട്ടപ്പോൾ വിലക്കി. പക്ഷെ ദൈവം പറഞ്ഞ ദൂതിനെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിലക്കാൻ പറ്റത്തില്ല. ഒരുവനും അവന്റെ ദൂതിനെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നിശ്ചയമായി ആ ദൂത് കിട്ടും. ആ ദൂത് കിട്ടണമെങ്കിൽ അവൻ വിശ്വസ്തയോട് ദൈവസ്ഥനി നിൽക്കുന്നുവെങ്കിൽ ആ ദൂതിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. യോസേഫ് ദൂത് പറഞ്ഞു. 2 ദൂതുകൾ അവന് വെളിപ്പെട്ടു. ആ 2 ദൂതുകൾ പറഞ്ഞു, എന്റെ സഹോദരങ്ങളും എന്റെ അപ്പനും അമ്മവരെയും എന്നെ നമസ്കരിക്കേണ്ട രീതിയിലേക്ക് എന്റെ ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ദൂത് പറഞ്ഞപ്പോൾ അവരെന്തിയായി, ശത്രുവായി തീർന്നു. അവർക്ക് മിത്രമായി അമ്മ സഹോദരന്മാരാണ്, സ്നേഹിതന്മാർ, സ്നേഹം പകർന്നു കൊടുക്കേണ്ടവരാ. അവരെന്ത് ചെയ്യൂ, അവന് വൈരാഗ്യമുള്ളവരായി തീർന്നു. ഇന്ന് ദൂതുള്ളവന്റെ മേൽ എന്തുണ്ടാവും, എതിർപ്പുണ്ടാവും, നിന്ദയുണ്ടാവും, പരിഹാസം ഉണ്ടാവും, അപമാനം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ആ ദൂതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തളർത്തി കളയുവാൻ കഴിയത്തില്ല. അത് തിരിച്ചറിയണമെങ്കിൽ യേശുവിനെ രുചിച്ചറിയുന്നവന് അതിനെ തിരിച്ചറിയാൻ പറ്റും, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ജയിക്കുവാനും പറ്റും. അടുത്ത വാക്യം. പക്ഷേ അപ്പൻ ഇത് മനസ്സിനകത്ത് വെച്ചു. സഹോദരങ്ങൾക്ക് എന്തുണ്ടായി, അപ്പൻ വെളിപ്പാട് കാണുന്നവനാണ്. വെളിപ്പാടില അപ്പൻ ഇതുവരെ വന്നത്, ദൈവത്തിന്റെ കൃപയാല അപ്പൻ ഇതുവരെ വന്നത്. അപ്പൻ ഇത് മനസ്സിൽ വെച്ചു. പക്ഷെ സഹോദരങ്ങൾക്ക് എന്തുണ്ടായി, അസൂയ തോന്നി. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവമക്കളെ, സ്തോത്രം, നമ്മളെ മേൽ കിടക്കുന്ന ദൂത് കേൾക്കുമ്പോൾ അസൂയ ഉണ്ടാവും. അതുകൊണ്ട് ദൂത്, ചില ദൂതെല്ലാം രഹസ്യമായിട്ട് വെച്ച് പാർട്ടി ദൈവം തന്നിട്ടുണ്ടോ, അത് രഹസ്യമായി പുറത്തു വരുന്ന ദിവസം വരെ യാക്കോബ് അത് സംഹരിച്ചു വെച്ചു. മോനെ കുറിച്ചുള്ള ദൂതിന് ആദ്യം എതിർപ്പ് പറഞ്ഞാലും അത് അവന്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു, സംഹരിച്ചു വെച്ചു. ഈ വാക്കെല്ലാം ഉറപ്പിച്ചു വെച്ചു. അവനറിയാം ദൈവം പറഞ്ഞ ദൂതാണെങ്കിൽ എന്ത് ചെയ്യും, നിവർത്തിയാക്കി കൊടുക്കും. അത് ആരനുഭവിച്ചിട്ടുള്ള, യാക്കോബ് അനുഭവിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ദൂതിനെ അമികാല സ്തോത്രം കേട്ട് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്ത്, അസൂയ തോന്നും. അപ്പൊ ദൂതുള്ളവന്റെ നോക്കുമ്പോൾ അസൂയ തോന്നും. എത്രയെല്ലാം അസൂയപ്പെട്ടാലും ഒരസൂയക്കും അവന്റെ ദൂതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുത്തു കളയാൻ പറ്റത്തില്ല. ദൂത് അവനെ ആരാ പറഞ്ഞത്, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആ ദൂത് നിവർത്തിയാക്കി കൊടുക്കും. അടുത്തത്. സ്തോത്രം. യോസേഫിന്റെ അമ്മയുടെ സ്തോത്രം. സഹോദരന്മാർ ആട് മേയ്ക്കാൻ കടന്നുപോയി. ദിവസങ്ങളായി. അവരെ അന്വേഷിക്കാനും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനല്ല പിതാവ് യോസേഫിനെ അങ്ങോട്ട് അയച്ചു. യോസേഫ് ചെന്നെടുത്ത് സ്ഥലത്ത് അവരില്ല. അവിടെ നിന്ന് അവരെ അറിവ് കിട്ടി. അവരെവിടെ പോയേക്കുക, യോർദാനിൽ പോയേക്കുക. ഉടനെ അവരുടെ അടുത്തേക്ക് യോർദാനിലേക്ക് സ്തോത്രം യോസേഫ് യാത്ര ചെയ്തു. അടുത്തത്. സ്തോത്രം. കണ്ടോ, ദൂത് കേട്ട പിന്നെ സഹോദരങ്ങൾക്ക് അവരോട് അസൂയ തോന്നി. അവരെ കൊല്ലുവാൻ വരെയും അവർ അസൂയ വളർന്നു. കൊല്ലുവാൻ പോലും, സ്വന്തം സഹോദരനെ കൊല്ലുവാൻ പോലും, സഹോദരന്റെ ഉയർച്ച കണ്ട്, നന്മയെ കണ്ട്, അവരുടെ സ്തോത്രം ബാക്കിയുള്ള ഫീച്ചറിലുള്ള വാക്തത്വങ്ങളെ കണ്ട് അവരെ കൊല്ലുവാൻ വരെ അവർ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു, അവരെ കൊല്ലുവാൻ ആലോചന ഇട്ടു. അപ്പോൾ അതിനകത്ത് ഒരു സഹോദരന് മനസ്സലിവുണ്ടായി. സഹോദരൻ പറഞ്ഞു, ഒരിക്കലും നമ്മൾ അരുത്, നമ്മളത് ചെയ്യല്ലേ, നമ്മൾ ഒരു അപ്പന്റെ മക്കളാണ്. സ്തോത്രം. ഒരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് ഇവിടെ ഒരു പൊട്ടക്കണത്തിൽ കൊണ്ടിടാം. പ്രൈസലോ, അവൻ അവിടെ കിടക്കട്ടെ. പ്രൈസലോ. നമ്മൾ ഒരിക്കലും അവന്റെ രക്തത്തിന് കണക്ക് ചോദിക്കേണ്ടി വരും. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യല്ലേ,
അവനെ കൊല്ലുവാൻ പാടില്ല. ഇത് തന്നെ കായിനും ഹാബേലിനും സംഭവിച്ചു. ഹാബേലിന്റെ വഴിപാടിനെ ദൈവം പ്രസാദിച്ചപ്പോൾ, അനുഗ്രഹിച്ചപ്പോൾ കായിൻ എന്ത് ചെയ്തു? ദേഷ്യമുണ്ടായി. ദൈവത്തോടുള്ള ദേഷ്യമുണ്ടായത് അവന്റെ സഹോദരനോട് ദേഷ്യമുണ്ടായത്. അവന്റെ സഹോദരനെ വിളിച്ചുകൊണ്ടുപോയി അവൻ കൊന്നുകളഞ്ഞു. ഇത് തന്നെ ഒരു സഹോദരന് ഉയർച്ച കൊടുക്കുമ്പോൾ അസൂയ കൊണ്ട് മറ്റുള്ളവർ പറയുക അവൻ എന്ത് ചെയ്യാൻ പോവാ? തകർക്കാൻ പോവാ. ദൈവമക്കളെല്ലാം ഒരു ദൈവമക്കളായതിന് ഒരു ഉയർച്ച കൊടുക്കുമ്പോൾ സന്തോഷിക്കുമായിരുന്നു. കാര്യം എന്തുവാ? ദൈവം അവനെ അനുഗ്രഹിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം, നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ സഹോദരന്റെ പേര് പറയാമല്ലോ. അവൻ ഉയർന്നു നിന്നാലല്ലേ അവന്റെ പേര് പറയാൻ പറ്റൂ, താഴ്ന്നു നിന്നാൽ അവന്റെ പേര് പറയാൻ പറ്റൂ. അപ്പൊ നമ്മളായിട്ട് ഉയരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ സഭയിൽ ഓരോ ദൈവമക്കളും ഓരോ സ്ഥലത്ത് ഉയരാൻ ആഗ്രഹിക്കുന്നു. എങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ കർത്താവ് അനുഗ്രഹിച്ചതാ, അവരെ കർത്താവിനെ അറിഞ്ഞതാ, അതുകൊണ്ടാ ദൈവം അവരെ അനുഗ്രഹിച്ചെന്ന് പറയാൻ പറ്റും. സ്തോത്രം. ആ പുട്ടക്കിണറ്റി കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ പുട്ടക്കിണറ്റി ഇടുമ്പോൾ ആ സഹോദരന്റെ ചിന്ത എന്തുവാ? അവനെ കുറച്ച് കഴിയുമ്പോൾ അവനെ അപ്പന്റെ അടുത്തോട്ട് പറഞ്ഞയക്കാം, ജീവനോട് രക്ഷിക്കാം. അവൻ എന്റെ ചോരയല്ലയോ, അവൻ എന്റെ അപ്പന്റെ പൈതലല്ലയോ, ഞങ്ങളൊരു അപ്പന്റെ മക്കളല്ലയോ എന്നെല്ലാം അവൻ ചിന്തിച്ച പുള്ളിക്കാരൻ അവനെ എന്ത് ചെയ്തു? ഒരു പുട്ടൻ കിണറ്റി കൊണ്ടിട്ടു. ഞാൻ പറയുക, ദൂതുള്ളവനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ സമ്മതിച്ചോ? കൊല്ലാൻ തീരുമാനിച്ചു. ഉറപ്പിച്ചവനെ ഞങ്ങളേറ്റോളാം. സഹോദരങ്ങൾ പറഞ്ഞു ഞങ്ങളേറ്റോളാം. പേര് ദോഷം കൊല്ലാനേറ്റു. അവരതിലൊരു കഥയുണ്ടാക്കി. എന്തുവാ? അവന്റെ വസ്ത്രം ഊരിയെടുത്തു. അവന്റെ അപ്പൻ അമികാലയെ എല്ലാ മക്കൾക്കും കൊടുക്കാതെ പ്രത്യേകമായിട്ടൊരു വസ്ത്രം ആർക്ക് കൊടുത്തിട്ടുണ്ട്? യോസേഫിന് കൊടുത്തിട്ടുണ്ട്. പല നിറമുള്ള ഒരു കുപ്പായം. അത് ഊരിയെടുത്തിട്ട് ആടിനെ കണ്ടിച്ച് അത് ചോര മുക്കിയിട്ട് ആരെ കൊണ്ട് കൊടുക്കാം? അപ്പനെ കൊണ്ട് കൊടുക്കാം. പല തീരുമാനം എടുത്ത് ഇവനെ നമുക്ക് കൊല്ലാം. കാട്ടുമൃഗം ഇവനെ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് പറയാം. സഹോദരങ്ങളെ പ്ലാനോ പദ്ധതിയോ ദൈവത്തെ സർവശക്തനായ ദൈവം ഒരാളുമേൽ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് പറഞ്ഞ വ്യക്തിയെ ഒരു സഹോദരനോ അവന്റെ ലോകത്തിനോ അവന്റെ ലോക ചിന്തകൾക്കോ അവരെ തൊടാൻ പറ്റത്തില്ല. കാര്യമില്ല, അതിനപ്പുറത്താണ് ദൈവത്തിന്റെ ദൂത്. സ്തോത്രം. യോസേഫിനെ എന്ത് ചെയ്തു? ഒട്ടക്കിണറ്റി കൊണ്ടിട്ടു. ഉടനെ സ്തോത്രം ഹല്ലേലൂയ. അതിലെ കച്ചവടക്കാർ പോകുന്ന കണ്ടു. ഉടനെ യോസേഫിനെ എന്ത് ചെയ്തു? വിറ്റു. കച്ചവടക്കാർക്ക് വിറ്റു. ഞാൻ ഓർക്കുക, ദൂത് കേട്ട യോസേഫിനെ പൊട്ടക്കിണറ്റിലിട്ട് ദൂത് കളയാൻ നോക്കിയതാ. നടന്നോ? കൊല്ലാമെന്ന് തീരുമാനമെടുത്ത് ദൂത് കളയാൻ നോക്കി. നടന്നോ? സ്തോത്രം. ദൂതുള്ളവന് കഷ്ടമുണ്ട്. കഷ്ടത്തിനനുസരിച്ച് അവന് സന്തോഷമുണ്ട്. അവന്റെ ജീവിതം എന്ത് ചെയ്യത്തില്ല? തീർന്നു പോകത്തില്ല. ദൂതുള്ളവന് ദൂത് ദൈവം കൊടുത്തിട്ടേ തീർക്കത്തുള്ളൂ. എന്നെ കുറിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് ഞാൻ അനുഭവിക്കും. അനുഭവിക്കാനാണ് കർത്താവ് എനിക്ക് തന്നേക്കുന്നത്. അനുഭവിച്ചിട്ടേ ദൈവം കൊണ്ടുപോകത്തുള്ളൂ. പൊട്ടക്കിണറ്റിയിട്ട് നോക്കി. ദൂത് പോയോ? ദൂത് പോയില്ല. ദൂത് ഉള്ളവനായോണ്ട് പൊട്ടക്കിണറ്റിൽ പുറത്തു വന്നു. വ്യാപാരികൾക്ക് വിറ്റു. വ്യാപാരികൾക്ക് വിറ്റേന്റെ കാര്യം എന്തുവാ? ദൂത് നിവർത്തിയാവാനുണ്ട്. അതിനുവേണ്ടിയാ വ്യാപാരികൾക്ക് വിറ്റത്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ ആലോചനകൾ നമ്മുടെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ ദേശക്കാർക്കോ ദേശനിവാസികൾക്കോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ദൂതിനെ കെട്ടിവെക്കാൻ പറ്റത്തില്ല. ആ ദൂതിനെ മുറിച്ചു കളയാൻ പറ്റത്തില്ല. ദൂത് പറഞ്ഞ ദൈവമാണെങ്കിൽ നിശ്ചയമായും ആ ദൂതും വാക്തത്വം ആര് നിവൃത്തിയാക്കി തരും? കർത്താവ് നിവൃത്തിയാക്കി തരും. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. സ്തോത്രം. അടുത്ത ആഴ്ചയുടെ ബാക്കിയിലേക്ക് വരാം. നമ്മളെ തന്നെ പൂർണ്ണമായി ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചുകൂട്. ദൈവ കർത്താവേ, ദൂത് പറഞ്ഞ നാള് മുതൽ പല കഷ്ടങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു. പക്ഷെ അവിടെ ഒന്നും തീർന്നു പോയില്ല. അപ്പൊ എന്നെ നോക്കി ശത്രു പലപ്പോഴും പറഞ്ഞു, നിന്റെ കാര്യമെല്ലാം തീർന്നു പോയി, ഇനി നിനക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, നിന്റെ പ്ലാനും പദ്ധതി ജയിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും ഞാൻ തളർന്നു പോയില്ല. കാര്യം ദൂതന്റെ കൈ കിടക്കുന്നത് പോലെ, ദൂതന്റെ മേൽ കിടക്കുന്നതനുസരിച്ച് എന്റെ ദൈവം എന്നെ കണ്ട നാള് മുതൽ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. ആ പ്ലാനും പദ്ധതി ഉള്ള കാലത്തോളം ഒരു വ്യക്തിക്കും എന്റെ ദൂതിനെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയത്തില്ല, എന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇത് വിശ്വസിക്കുക. ഓരോ കുടുംബത്തോടും ദൈവത്തിന്റെ ദയ ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തോടും കർത്താവിന്റെ കരുണ ഉണ്ടാവട്ടെ. ഇത് പകല് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടാട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ഇത് വലിയ ദൈവമൂർത്തി നടക്കട്ടെ. വലിയ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം നടക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. ഇത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിലും പ്രാർത്ഥിക്കാൻ പോകും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. ദൂതുകൾ നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ
ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരേ മനസ്സോട് പ്രാർത്ഥിക്കാൻ പോവാ. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരുടെ മേൽ വെളിപ്പെടാതെ, ദൈവത്തിന്റെ ആലോചന അവരുടെ മേൽ വെളിപ്പെടാതെ, വലിയ അത്ഭുതത്തോടെ, വലിയ അടയാളത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കേട്ടോണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഞങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ നിവർത്തിയാവട്ടെ. ദൈവ കർത്താവേ, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട